ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്നത്തെ റെസിപ്പി ഒരു വൈറ്റ് ഫോറസ്റ്റ് പുഡിംഗ് ആണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണിത്. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്ക പേർക്കും വരുന്നൊരു പ്രോബ്ലമാണ് ക്രീം അധികമായിട്ട് ബാക്കിയായി പോകുന്നു. അതായത് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അറിയാതെ കൂടുതൽ ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം ഒരുപാട് ബാക്കിയായി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഉഷാറ് പുഡിംഗ് അത് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടിയത് ബ്രെഡാണ്. ഏത് ടൈപ്പ് ബ്രെഡും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം. ഇതിപ്പോൾ ഫസ്റ്റ് ലെയറിനാണ് ഈ 4 ബ്രെഡ്. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടോട്ടൽ 8 ബ്രെഡാണ് വേണ്ടി വന്നത്. ഫസ്റ്റ് ലെയർ 4ഉം സെക്കൻഡ് ലെയർ 4ഉം, അങ്ങനെ ടോട്ടൽ 8 ബ്രെഡ്. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ചിട്ട് ചൂടൊക്കെ മാറിയ പാലാണിത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണിത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് നല്ല നിർബന്ധമാണ്, കാരണം ആ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഒന്ന് പോകാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എസൻസ് ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 1 ടീസ്പൂണോളം എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തില്ലെങ്കിൽ നിങ്ങൾ ഇതിന് പകരം പഞ്ചസാര എടുത്താൽ മതി. ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാര എടുത്താലും മതി. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ യൂസ് ചെയ്യാതെ ഞാൻ ക്രീം വിപ്പ് ചെയ്ത വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രം എടുക്കുക. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഇതുപോലെ ഈ ഗ്ലാസ് ബൗൾ തന്നെ വേണോ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടെന്ന്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സില്ലേ, അതിൽ വരെ നിങ്ങൾക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഓരോ ബ്രെഡ് സ്ലൈസും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ആ ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്താലും മതി. നമ്മൾ കേക്കിന് ഐസിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാറില്ലേ, അതുപോലെ ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ബ്രെഡിൽ നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് അങ്ങ് പിടിച്ചോളും. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഇടണമെന്നില്ല. പക്ഷേ വൈറ്റ് ഫോറസ്റ്റിൽ നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് വൈറ്റ് ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ മിൽക്കി ബാർ ഇല്ലേ, ഏത് കടയിലും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ മിൽക്കി ബാർ. അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കുക. ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കണം. അത് ഇതേപോലെ തന്നെ ആ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കേക്കിന് ഐസിങ് ചെയ്യുന്ന പോലെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡെക്കറേഷൻ കൂടി മാത്രം. അവസാനമായിട്ട് ആ മിൽക്ക് ചോക്ലേറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മിൽക്ക് ചോക്ലേറ്റ് അഥവാ വൈറ്റ് ചോക്ലേറ്റ്. ഇനി ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കിയിട്ട് ഈ പുഡിംഗ് ട്രേൻ്റെ 4 കോർണറിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളിത് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ആ ചെറിയ തണുപ്പോടെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട്